അതായത് എന്ത് ചെയ്തിട്ടായാലും മോളെ ഇവിടുന്ന് ഒഴിവാക്കുമെന്ന്. പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇത്രയില്ലാത്ത ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാ ശിക്ഷിക്കപ്പെടുന്നത്? ഇതുപോലെ ഉണ്ടാവുന്ന ഒരു പകയും വിദ്വേഷമാ. നമ്മുടെ മോൾ അങ്ങനെ ഒരു പത്രവാർത്ത ആവരുത്. എന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാ പോയത്. അത് നഷ്ടപ്പെടുത്തി അവളെയും അവളുടെ വീട്ടുകാരെയും ഞാൻ ഒരു രീതിയിലും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കണോ? എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ ഇവിടെ ഇരിക്കും. എന്തൊരു നാശം ഇത്! ഇവിടുന്നല്ലേ എന്റെ മോളെ കാണാതായത്. ഇവിടെയുള്ളവരറിയാതെ അവൾ എവിടെയും പോവില്ല. എവിടെ എന്റെ മോള്? ഇത് അവളിലും വലിയ മാരണമാണല്ലോ. എടി, നിന്നോടല്ലേ പറഞ്ഞത് ഇവിടെ നിന്റെ കുഞ്ഞില്ലെന്ന്? എടി, നീ കൊടുത്ത ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്ക്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്ക്. അല്ലാതെ ഇവിടെ ഇരുന്നിങ്ങനെ കരഞ്ഞതുകൊണ്ടോ സത്യാഗ്രഹം ഇരുന്നതുകൊണ്ടോ ഒരു കാര്യമില്ല. ഈശ്വരാ, എന്റെ മോള്, എന്റെ കുഞ്ഞല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ദയവ് ചെയ്ത് എനിക്ക് എന്റെ കുഞ്ഞിനെ തരണം. എടി, ഈ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ കുഞ്ഞിനെ മേടിച്ചത് ഞാനാണോ? അല്ലല്ലോ. നീ നിന്റെ കുഞ്ഞിനെ നിന്റെ അനുജത്തിക്ക് നോക്കാൻ കൊടുത്തു. അപ്പൊ കുഞ്ഞിനെ ചോദിക്കേണ്ടത് ആരോടാ? അവളോടല്ലേ, അല്ലാതെ എന്നോടല്ലല്ലോ. നീ പോയി ചോദിക്ക്. ചിലപ്പോഴേ നിന്റെ കുഞ്ഞിനെ അവള് വിറ്റ് കാശുണ്ടാക്കിയിട്ടുണ്ടാവും. സ്വന്തം ഭർത്താവിനെ വരെ കൊന്നു പണം ഉണ്ടാക്കിയവള് അവള്. അവൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. നീ ചെന്ന് അവൾക്കെതിരെ കേസ് കൊടുക്ക്. നിനക്ക് നിന്റെ മകളെ കിട്ടണമെങ്കിലേ അതേ ഒരു മാർഗമുള്ളൂ. അല്ലാതെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ ഈശ്വര, എന്റെ മോള്. അച്ഛന്റെ ചക്കര നോക്കിയേ. ബലൂൺ ഉണ്ടോ? നോക്കിയേ നോക്കിയേ നോക്കി. എന്തൊക്കെ മൂർത്തി കിടന്ന് കാണിക്കുന്നെ? അതെ, മോളെ ചിരിപ്പിക്കാനുള്ള ട്രിക്കുകളാ. അയ്യോ, വാ മോളെ. അച്ചോടാ, ഇതോ? എന്താ അങ്ങനെ തോന്നുന്നില്ലേ? ഈ കിടന്ന് കാണിക്കുന്ന കണ്ടാലേ മോള് പേടിക്കും. കുട്ടികളെ തഞ്ചത്തിലാക്കാൻ ചില വഴികളൊക്കെ ഉണ്ട്. അത് അമ്മമാർക്ക് മാത്രമേ അറിയൂ. എന്നാ ഒന്ന് കാണിച്ചേ. ഉപകാരപ്പെടുമെങ്കിൽ മനസ്സിൽ സേവ് ചെയ്ത് വെക്കാലോ. വേറെ ഒന്നും വേണ്ട, സ്നേഹം കൊടുത്താ മതി. ഇതുപോലെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെയുള്ള ഒരു സുരക്ഷിതത്വം കൊടുക്കണം. എന്റെ ഒപ്പം എന്റെ അമ്മ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് കിട്ടണം. ഉറക്കി കിടത്തിയിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോ ചില കുട്ടികൾ കൈകൊണ്ട് തപ്പി നോക്കാറുണ്ട്. അമ്മ കൂടെ ഉണ്ടോ എന്നുള്ള അവരുടെ കുഞ്ഞു ശ്രദ്ധയാ അത്. അവരുടെ സമീപത്ത് നമ്മൾ ഇല്ലെന്നറിഞ്ഞ അവര് കരയും. അതിന് നമ്മൾ ഒരു തലയണ അടുത്ത് വെച്ച് ഒരു പരിധി വരെ അതും പരിഹരിക്കണം. ഓ, എന്റെ അരുണേ, ഞാൻ ഈ കാണുന്ന ബുക്കുകളൊക്കെ മറിച്ച് നോക്കിയിട്ടും ഇമ്മാതിരി അറിവുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ മനസ്സിലായോ എന്റെ ഉള്ളിൽ ഒരു അമ്മയുണ്ടെന്ന്? ഒരു കാര്യം സത്യ, നമ്മുടെ മോള് നമ്മുടെ ഭാഗ്യം തന്നെയാ. അയ്യോ ചക്കരേ, അച്ഛന്റെ വാവേ. എന്തിടാ? നമ്മുടെ കമ്പനിയുമായി ബിസിനസ് നടത്തിയ പല ക്ലയൻസും വീണ്ടും മടങ്ങി വന്നിട്ടുണ്ട്. വന്നു മാത്രമല്ല, പഴയതിനേക്കാളും 3-4 ഇരട്ടി ഓർഡറാ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെ പേടി അതൊന്നും അല്ല മൂർത്തി. ദുർഗേച്ചി വല്ല കടുങ്കയും കാണിക്കൂന്നാ. വിശ്വസിക്കാൻ പറ്റില്ല. അതെന്തിന്? നമ്മുടെ മോള് നമ്മുടെ കൂടെയല്ലേ നിൽക്കുന്നത്, നമ്മുടെ വീട്ടില്. അതിന് ചേച്ചിക്ക് എന്താ? എന്റെ മൂർത്തി, നമ്മുടെ മോളെ ഈ വീട്ടിൽ നിർത്തില്ലെന്നാ ദുർഗേച്ചി ശപഥം ചെയ്തിരിക്കുന്നത്. അതായത് എന്ത് ചെയ്തിട്ടായാലും മോളെ ഇവിടുന്ന് ഒഴിവാക്കുമെന്ന്. പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇത്രയില്ലാത്ത ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാ ശിക്ഷിക്കപ്പെടുന്നത്?
ഇതുപോലെ ഉണ്ടാവുന്ന ഒരു പകയും വിദ്വേഷമാ. ഓ നമ്മുടെ മോൾ അങ്ങനെ ഒരു പത്രവാർത്ത ആവരുത്. അരുണേ, അരുണേ, നീ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ കൂടി ടെൻഷനാക്കല്ലേ? ടെൻഷനാക്കാൻ പറഞ്ഞതല്ല, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാ. മുൻകരുതൽ എടുക്കാൻ വേണ്ടി പറഞ്ഞെന്ന് കൂട്ടിയാ മതി. ഇതിനിപ്പോ താൻ എന്ത് മുൻകരുതലാ ഉദ്ദേശിക്കുന്നത്? നമ്മള് രണ്ടുപേരും ഓഫീസിൽ പോയാ പിന്നെ ഇപ്പൊ ഇവിടെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. മോൾ ഒരിക്കലും അവർക്കിടയിൽ സുരക്ഷിതയല്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മോളെ നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോവാം. എന്റെ കൂടെ നിൽക്കട്ടെ. മോളെ കാണണമെന്ന് തോന്നിയാ മൂർത്തിക്ക് അവിടേക്ക് വരാമല്ലോ. അത് കൊള്ളാം. മോളെ നമുക്ക് ഇടയ്ക്കിടെ കാണുകയും ചെയ്യാം. സംഭവം സേഫ് ആവുകയും ചെയ്യും. ചുമ്മാതല്ല അരുണ വക്കീലിന് അരുണയുടെ ബുദ്ധി അല്ല എന്ന് പറയുന്നത് അല്ലേ? ഇത് പെൺബുദ്ധിയാ, ഒരിക്കലും പിൻബുദ്ധി ആവില്ല. അല്ലേ മോളെ? അല്ലടാ. അതെ. അയ്യോ, വിളിക്കലും മനസ്സിലായി അതെ നോക്കുന്നുണ്ടല്ലേ? അതെ. ശിവനങ്കിളിനെ കാണുന്നില്ലല്ലോ പപ്പി. പറഞ്ഞ പോലെ ചെയ്യുന്ന ആളല്ലേ, ഇപ്പൊ വരുമായിരിക്കും. എത്രയാ? 100. ആ ദേ വന്നല്ലോ. മക്കളെ, അങ്കിള് ലേറ്റ് ആയില്ലല്ലോ? ഒരുപാട് ലേറ്റായി. ഞങ്ങള് പറഞ്ഞപ്പോ തന്നെ കുളിച്ച് റെഡിയായി നിക്കുക. അങ്കിൾ എന്താ ലേറ്റായേ? 1-2 പേരെ കാണാനുണ്ടായിരുന്നു മക്കളെ. ശിവേട്ടൻ പറഞ്ഞപ്പോ മുതലുള്ള ഒരുക്കുക. അല്ല, എവിടെയൊക്കെ നമുക്ക് പോകേണ്ടത്? നമുക്ക് മൊത്തത്തിലൊന്ന് കറങ്ങാന്നേ. അങ്കിള് ജീപ്പ് കൊണ്ടുവരാത്ത എന്താ? ജീപ്പായിരുന്നു രസം. നമുക്ക് നമ്മുടെ ബൈക്കിൽ പോവാം. അത് ജീപ്പിനേക്കാൾ നല്ല വൈബാ. അല്ല, ചന്ദ്രൻ പ്രകാശം വന്നില്ലേ? രണ്ടുപേരും നല്ല കറക്കമായിരിക്കും. ഇനിയിപ്പം മധുരയ്ക്ക് പോയാ ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് പോയാലോ? എവിടേക്കാ നമുക്ക് ആദ്യം പോകേണ്ടത്? പാർക്കിലോ ബീച്ചിലോ? അതെല്ലാം അങ്കിളിന് വിട്ടു വന്നിരിക്കുന്നു. യുവർ ചോയ്സ്. പിന്നെ ഒരു ഐസ്ക്രീം പാർലറിൽ കയറണം. അവിടെ ഞങ്ങളുടെ ചോയ്സ് ആയിരിക്കും. എന്നാ പിന്നെ നമുക്ക് പോവാം. ചന്ദ്രയാണല്ലോ. എന്താടി, നിങ്ങളിപ്പോ എവിടെയാ? ഏട്ടാ, ഞാനൊരു റെസ്റ്റോറന്റിൽ ഇരിക്കുക.